ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ സബ്സ്ക്രിപ്ഷനെ കുറിച്ച് ഞാൻ വീഡിയോ ചെയ്യാറുണ്ട്. അശ്വിനി കോടികൾ മാസം ഉണ്ടാക്കിയ അശ്വിനി അവരുടെ അക്കൗണ്ട് ഇപ്പം പോയിട്ടുണ്ട്, പുതിയ അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. അപ്പൊ പിന്നെ നമ്മുടെ രേണുസുതി ആണേലും അങ്ങനെ വേർപ്പ് ശരീരത്തിൽ നിന്ന് ഒഴുകാതെ അനങ്ങാതെ ഇരുന്ന് എന്തെങ്കിലുമൊക്കെ തുണി ഒക്കെ കാണിച്ച് ശരിക്കും പറഞ്ഞ അങ്ങനെ പൈസ ഉണ്ടാക്കുന്ന സ്ത്രീകളുടെ എണ്ണം കൂടി വരികയാണ്. ഒത്തിരി പേരുണ്ട് ഇപ്പം സബ്സ്ക്രിപ്ഷൻ നടത്തി. നമ്മൾ അതിനെക്കുറിച്ച് പ്രതികരിച്ചു. പക്ഷെ അതിന്റെ ഒരു മറുസൈഡ് ഇങ്ങനെ കാണിച്ചു കൊടുത്ത് 399 രൂപ എങ്ങാണ്ട് അടയ്ക്കണം. അശ്വിനിക്ക് കോടികൾ മാസവരുമാനം ഉണ്ടായപ്പം ഇത്രയും ആൾക്കാരൊന്നും അത് ഉണ്ടാവില്ല, അത് ഹവാല പണമാണ് വിദേശത്തു നിന്ന് ഒഴുകുന്നത്, അങ്ങനെ ഒരു അഭിപ്രായം വന്നിരുന്നു. ഒരുപക്ഷെ അത് ശരിയാവാം, നമുക്ക് അതേപ്പറ്റി അത്രയ്ക്ക് അറിയത്തില്ല, ചിലപ്പോൾ തെറ്റാവും. പക്ഷേ ചില കാര്യങ്ങൾ കാണുമ്പോൾ അത് തെറ്റാണ്. ഇവിടെയുള്ള പുരുഷന്മാർക്ക്, നമ്മുടെ കേരളത്തിലുള്ള പുരുഷന്മാർക്ക് വല്ലാത്ത ദാരിദ്ര്യവും കാമക്കടുവകളാണെന്ന് നമുക്ക് തോന്നിപ്പോവും. കാരണം ഇപ്പൊ ഈ അശ്വിനിയൊക്കെ ആണെങ്കിലും അത്യാവശ്യം വയറും മാറും ഒക്കെ കാണിച്ചു കൊടുത്തിട്ടാണ് പൈസ മേടിക്കുന്നത്. അവർ കാണിച്ചു കൊടുക്കുന്നത്. അവിടെ പോയി ഇവർക്ക് പൈസ അടച്ച് സ്വകാര്യമായിട്ട് കാണാം. അത് ആരാണ് പൈസ അടച്ച്, ആരാണ് ഇത് കാണുന്നത് എന്നൊന്നും പുറത്തെത്തുന്നില്ല, കാണാം. എന്നാലും നല്ല മാന്യമായിട്ട് വേഷം ധരിച്ച് ഇന്ന് അപർണ ബാലമുരളി കുഞ്ചാക്കോ ബോന്റെ ഒരു പടം കാണാനായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. മാന്യമായ വേഷം. ഇപ്പം നമ്മുടെ കേരളത്തിലെ സാരിയെക്കാട്ടും മാന്യതയുള്ള വേഷം എന്ന് പറഞ്ഞാൽ ചുടിദാറാണ്. സാരിയാണ് ലെഫ്റ്റ് സൈഡ് ഒന്ന് ശരിക്ക് ഉടുത്തില്ലെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ നിന്നാൽ അത്യാവശ്യം വയറും ഒക്കെ കാണാവുന്നവർക്ക് കാണാം. സാരിയെപ്പറ്റി പറയുന്നത് ഏറ്റവും മനോഹരമായിട്ട് ധരിക്കാവുന്ന ഒരു വേഷവും ഏറ്റവും വൾഗറായിട്ട് വേണമെങ്കിൽ ധരിക്കാവുന്ന ഒരു വേഷമാണ് ഈ 5.5 മീറ്ററിലുള്ള ഈ തുണിക്കഷ്ണം എന്ന് പറയുന്നത്. ആൾക്കാർ ഉടുക്കുന്നവരുടെ രീതിയിൽ ഒട്ടും ശരീരഭാഗം പുറത്ത് കാണിക്കാതെ ഉടുക്കുന്ന സ്ത്രീകളുണ്ട്. അതല്ല എല്ലാം കാണിക്കണമെന്ന് വെച്ചാലും സാരിയെ കൊണ്ട് സാധിക്കും. പക്ഷെ ചുടിദാർ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല. ലെഗിൻസ് ഇട്ട് എന്തെങ്കിലുമൊക്കെ കുറച്ച് കാണിക്കാമെന്നല്ലാതെ എങ്ങനെ നോക്കിയാലും ചുടിദാർ കുറച്ചുകൂടെ ഒരു മറയ്ക്കപ്പെടുന്ന വേഷം. അങ്ങനത്തെ ഒരു വേഷം ഇട്ടാണെന്ന് അപർണ വന്നിരിക്കുന്നത്. പക്ഷേ കമന്റ് ബോക്സ് ഞാനിവിടെ വായിച്ചു കേൾപ്പിക്കാം. പക്ഷെ അത് ഇൻസ്റ്റാഗ്രാമിൽ എത്തുമ്പോഴും യൂട്യൂബിൽ എത്തുമ്പോഴും കുറച്ചുകൂടെ മാന്യതയുണ്ട്. ഇതേ സംഭവം എങ്ങനെയോ ഫേസ്ബുക്കിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സ്റ്റാൻഡേർഡ് അങ്ങ് മാറുക. സത്യം പറഞ്ഞ ആൾക്കാർ പറയുന്നത് ഫേസ്ബുക്കിൽ അമ്മാവന്മാരാ, അതാണ് ഇത്ര സ്റ്റാൻഡേർഡ് മാറുന്നത്. അതെങ്ങനെ വിശ്വസിക്കുന്നത് ഞാൻ ഓർക്കുന്നത്. ഈ 40-50 വയസ്സിന് മുകളിലുള്ളവരുടെയൊക്കെ കാര്യം അറിയത്തില്ല. എന്താണേലും കുറച്ച് പ്രായം എത്തിയൊരു തോണ്ട് വിദഗ്ധന്മാരൊക്കെ കൂടുതലുണ്ട്. എന്നാലും എല്ലാവരും ഫേസ്ബുക്കിൽ നമ്മളെപ്പോഴും എഴുതി തള്ളുന്നു. ഫേസ്ബുക്കിൽ അമ്മാവന്മാരായി തെറി മുഴുവൻ പറയുന്നു, ഈ കാമക്കടുകൾ, ഈ വൃത്തിയേട് മുഴുവൻ പറയുന്നു. പക്ഷെ അത് അത്രയ്ക്ക് അങ്ങോട്ട് വെള്ളം തൊടാതെ വിഴുങ്ങാൻ എനിക്കിപ്പോൾ തോന്നുന്നില്ല. പക്ഷെ ഫേസ്ബുക്കിൽ എത്തുമ്പോൾ എന്ത് വൃത്തിയേടും പറയാമെന്നൊരു ലൈസൻസ് ഉള്ളതുകൊണ്ടായിരിക്കാം വൃത്തിയേടെന്ന് പറഞ്ഞ ഇന്ന് അപർണയുടെ തടി, അതാണ് ഉദ്ദേശിക്കുന്നത്. അപർണയുടെ തടി കണ്ടിട്ട് ഇനി പറയാനൊന്നുമില്ല. ഫേസ്ബുക്കിലെ കമന്റ് ഒന്നും വായിച്ച് കേൾപ്പിക്കാൻ കൊള്ളുകയില്ല. ഒരു പയ്യൻ റിയാക്ട് ചെയ്തിട്ടുണ്ട്, അതൊന്ന് കേൾപ്പിച്ചോളാം. നിങ്ങൾ ഈ വീഡിയോയുടെ കമന്റ് സെക്ഷൻ നോക്കണം. ഇത്രയും അപരാധം പിടിച്ചൊരു കമന്റ് സെക്ഷൻ. ഇത് കമന്റ് സെക്ഷൻ ഒന്നുമില്ല, ഇതെന്താ മറ്റേ അമ്പി കമന്റ് മാത്രമുള്ള ഒരു സെക്ഷൻ. ഒന്ന് നോക്കണം നിങ്ങൾ. ഇത് ഇത്രയും ആർത്തി പിടിച്ച ആൾക്കാരാണ് ഇതിന്റെ അകത്ത് കമന്റ് ഇടുന്നത്. നിങ്ങൾ ഈശ്വര, എനിക്ക് മനസ്സിലായില്ല. ഇത്രയും കാംപ്രാന്ത്. അത് ഒരു 90% ഫേക്ക് അക്കൗണ്ടിൽ ഇടുന്നവന്മാരാ. വളരെ റെയർ ആയിട്ട് മാത്രമേ കുറച്ച് ഒറിജിനൽ അക്കൗണ്ടുകൾ എന്നുള്ള കമന്റ് ഉള്ളൂ. എന്റെ മോനെ, ഇത്ര അപരാധം പിടിച്ച ആൾക്കാരുണ്ട്. എന്റെ മോനെ, എനിക്ക് മനസ്സിലാവുന്നില്ല ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ. നിങ്ങളൊന്ന് നോക്കിയത് കണ്ടു നോക്ക്. ഇത് ഫേസ്ബുക്കിലെ കമന്റ് ആണെന്ന് തോന്നുന്നു. ഇൻസ്റ്റാഗ്രാമിൽ എത്തുമ്പോൾ ഒരു അല്പം കൂടെ മയമുണ്ട്. എന്നാലും കുറച്ച് കമന്റ് വായിച്ച് കേൾപ്പിക്കാം. അടാർ പെണ്ണ് ചക്കര എന്ന് ഇട്ടിട്ടുണ്ട്. എന്തും കൊടുക്കാം, കിട്ടുമോ ആവോ. ഉള്ളതെന്ന് ഇടയ്ക്കുള്ള വാചകങ്ങളെ വായിച്ച് കേൾപ്പിക്കാൻ പറ്റില്ല. കമന്റ് കാണുന്നുണ്ട്, പക്ഷെ പറയാൻ പറ്റില്ല. വയറിനെ മുലയെ പറ്റിയാണ് കേട്ടോ കമന്റ് മുഴുവൻ വരുന്നത്. അത് മുഴുവൻ പറയാൻ പറ്റത്തില്ല. എന്റെ അളിയാന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. കമന്റ് എടുത്തതല്ലാതെ എനിക്കിതൊന്നും വായിക്കാൻ പറ്റിയല്ല. അപ്പൊ അപർണ എന്താണെന്ന്, എന്ത് വേഷത്തിലാ വന്നെന്നൊന്ന് കാണും.
പിഷാരടിയെ കണ്ട് ഇപ്പം ഓടിപ്പോയി കെട്ടിപ്പിടിച്ചു. അത് അവരൊക്കെ എത്രമാത്രം ഡീപ്പായ റിലേഷൻ ഉണ്ടെന്ന് പുറത്ത് നിൽക്കുന്നത് നമുക്കറിയില്ല. അപ്പൊ അതായിരിക്കാം കണ്ടപ്പോ കെട്ടിപ്പിടിച്ചത്. അതിന് കമന്റ് വന്നിരിക്കുന്നത് എന്താണെന്നറിയോ, ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴേ പടയെന്ന് പോയി അടുത്ത ആളെ കെട്ടിപ്പിടിക്കാൻ വേണ്ടി പോയി, ഭാര്യ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ വിട്ടെന്ന്. അങ്ങനെയല്ല, അത് അടുത്ത വേറൊരു വീഡിയോ നോക്കുമ്പോൾ ആ ആംഗിളിലല്ല നോക്കുമ്പോൾ അവര് അപർണ വൈഫിനോട്, അതായത് പിഷാരടിയുടെ വൈഫിനോടും കൊച്ചിനോടൊക്കെ ജസ്റ്റ് ഒന്ന് സംസാരിച്ചിട്ടാണ് പോയിരിക്കുന്നത്. അടുത്ത ആളോട് സംസാരിക്കാൻ പോയി കാണും. പിന്നെ ഹൈദരാലി അവിടെ നോക്കിയിരിക്കുന്നു, പൂച്ച മീൻ വെട്ടുമ്പോൾ പൂച്ച നോക്കുന്ന പോലെ നോക്കുന്നു. ഇങ്ങനെയൊക്കെയാണ് കമന്റിന്റെ ഒരു രീതി. കാരണം ഇവരുടെ കണ്ണിലൂടെയാണ് ഇവര് ലോകം കാണുന്നത്. ഇവര് ആ അപർണ ബാലമുരളി എന്ന ഒരു സ്ത്രീയെ സ്ത്രീ ആയിട്ടൊന്നും കണ്ടില്ല, കുറച്ച് മാംസമായിട്ട് മാത്രമാണ് കണ്ടിരിക്കുന്നത്. അത് വെച്ചാണ് കമന്റ് ബോക്സ് മുഴുവൻ പോയിരിക്കുന്നത്. ഇപ്പോഴും നമ്മുടെ ഒരു അവസ്ഥയാണ് ഈ പറഞ്ഞു വെക്കുന്നത്, പുരുഷന്മാരുടെ അവസ്ഥ. ഇത്രയും സബ്സ്ക്രിപ്ഷനും ഇത്രയെല്ലാം കാണിച്ചു കൊടുക്കുന്നതും ഇത്രയെല്ലാം മെമ്പർഷിപ്പും എല്ലാം സോഷ്യൽ മീഡിയയിലുണ്ട്. ഇതൊന്നുമില്ലാതെ മൂടിപ്പറിച്ചു വന്ന ഒരു പെണ്ണിനെ പോലും ഇവന്മാര് വെറുതെ വിടുന്നില്ല. അപ്പൊ ഒന്ന് ആലോചിച്ചേ അവസ്ഥ എങ്ങനെയുണ്ടെന്ന്. അല്ലാതെ സ്ത്രീകളെ ഇവര് കാണിച്ചു കൊടുക്കുന്നെന്നും പറഞ്ഞ് നമ്മളെപ്പോഴും കുറ്റം പറയില്ല. ഇവന്മാരുടെ ദാരിദ്ര്യം എന്ന് പറഞ്ഞ സഹിക്കാൻ പറ്റത്തില്ലാത്ത ദാരിദ്ര്യമാണ്, സഹിക്കാൻ പറ്റത്തില്ല. അത്രയും മോശം സംസ്കാരമായി മാറിയിരിക്കുകയാണ് ഇപ്പൊ പുരുഷന്മാർക്ക്. അപ്പൊ അതിനൊപ്പമാണ് സ്ത്രീകൾ അതാണ് ചൂഷണം ചെയ്ത് കുറെ അവളുമാര് കാശ് ഉണ്ടാക്കാൻ വേണ്ടി വെളിയിൽ ഇറങ്ങിയിരിക്കുന്നത്. അല്ലാതെ ഹവാലപ്പണം ഒന്നുമല്ല. ഇത്രയും പൈസ അടച്ച് ഇവരിത് ചെയ്യും. ഇതല്ല, ഇതിന്റെ ഇരട്ടി പൈസയുണ്ട്. ഒരാൾ കമന്റ് ചോദിക്കുന്നു, ഇത്രയ്ക്കധികം പൈസയൊക്കെ കേരളത്തിലുണ്ടോ ആവുമെന്ന്. പക്ഷെ ഇത് ഈ അപർണയുടെ ഈ കമന്റ് ബോക്സ് ഫേസ്ബുക്കിലൊക്കെ നിങ്ങൾ എടുത്ത് നോക്ക്. ഈ കേരളത്തിൽ ജീവിക്കുന്ന ആണുങ്ങളുടെ ആ ഒരു കാമക്കടുവ സ്വഭാവം എങ്ങനെയുണ്ടെന്ന് നോക്കണം. അവർ ഇതല്ല, ഇതിന്റെ അപ്പുറത്തെ പൈസ മുടക്കുകയും ചെയ്യും. കൂടുതലും പ്രവാസികളും ഉണ്ട് ഇതിന്റെ അകത്ത്, ഇല്ലാതില്ല. അവിടെ പോയി കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന കാശെല്ലാം ഇങ്ങനെ കൊണ്ടേ കളയുന്നുണ്ട്. അപ്പം പിന്നെ ഇതിന്റെ ഇടയ്ക്ക് വേറൊരു കമന്റ് കണ്ടേ, അപർണ പണ്ട് ആരോ ഒരാളൊന്ന് തോളെ കയ്യിലിട്ട് കെട്ടിപ്പിടിച്ചതിന് അപർണ പ്രതിഷേധം രേഖപ്പെടുത്തിയായിരുന്നു. അവൾക്ക് അത് മറ്റുള്ളവരെയൊക്കെ അവൾക്ക് കെട്ടിപ്പിടിക്കാൻ ബുദ്ധിമുട്ട്, അവൾ പിഷാരടിയെ പോയി അങ്ങോട്ട് കെട്ടിപ്പിടിച്ചെന്ന്. അതിൻ്റെ അകത്തൊരു കാര്യം ഓർക്കണം, ഒരിക്കൽ പോലും കണ്ടുപിടിക്കാത്ത കണ്ടുമുട്ടിയിട്ട് പോലും ഇല്ലാത്ത ഒരാൾ ഓടി വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അപർണയല്ല ഏതൊരു സ്ത്രീക്കാണേലും അത് അംഗീകരിക്കാനാവുമോ? അതേസമയത്ത് ഇവരൊക്കെ ഒന്നിച്ച് വർക്ക് ചെയ്യും, ചിലപ്പം ഒരു പാത്രത്തിൽ നിന്ന് ആഹാരം കഴിച്ച് മാത്രമേ അടുപ്പമൊക്കെ കാണും. അതുകൊണ്ടായിരിക്കും അവർ പോയി കെട്ടിപ്പിടിക്കുന്നത്. അല്ലെ അത്ര അടുപ്പമില്ലാതെ ചെയ്യത്തില്ല, അങ്ങനെ അത്ര അടുപ്പമുള്ളവരോടെ ചെയ്യുള്ളൂ. പക്ഷെ ഒരടുപ്പം ഇല്ലാത്തവർ വന്ന് കെട്ടിപ്പിടിക്കുമ്പോൾ അതിന് പ്രതിഷേധം രേഖപ്പെടുത്തി അത് ഇഷ്ടപ്പെടാതെ കമന്റ് ബോക്സ് ഉണ്ട്. അതൊക്കെ പോട്ടെ, ഇനി ഓരോരുത്തരുടെ രീതിയാന്ന് നോക്കാം. ഇവർക്കാകെ സമൂഹം നോക്കുന്ന കുറ്റം അവർക്ക് വണ്ണമുണ്ട്. ഈ വണ്ണം വെച്ചത് ഒരുപക്ഷെ ഹോർമോണിന്റെ തകരാറ് കൊണ്ട് PCOD ഒക്കെ ഉണ്ടെങ്കിൽ വണ്ണം വെക്കാം. അങ്ങനെ പല കാര്യം കൊണ്ട് വണ്ണം വെക്കാം. ഇനി ഇതൊന്നുമല്ല, തിന്നാണേലും വണ്ണം വെക്കാം. ഇത് ഒരു ആക്ടറാണ് അവരെ ഈ എന്താ വൃത്തിയോട് പറയുന്ന ഈ എഴുതിയിട്ടിരിക്കുന്ന മുഴുവൻ ഫേക്ക് അക്കൗണ്ട് ഉള്ളവരുണ്ട്. അപ്പൊ പിന്നെ എന്നാ ഇവന്മാര് കണ്ടുപിടിക്കുകയല്ലോ എന്ന് ഓർത്താ. പക്ഷെ എഴുതിയ കമന്റ് വായിക്കണം, നമ്മളിരുന്ന് വായിക്കണം. കേരളത്തിലെ സ്ത്രീകൾ ആ കമന്റ് വായിച്ച് കേരളത്തിലെ പുരുഷന്മാരുടെ ആരും അറിഞ്ഞില്ലെങ്കിലുള്ള ആ ഒരു സ്വഭാവം, അതായത് ഫേക്ക് ഐഡിക്കുള്ളിൽ ഒളിഞ്ഞിരിക്കുന്നതുകൊണ്ട് അവന്മാരുടെ ഉള്ളിന്റെ ഉള്ളിലെ വൃത്തികേടാണ് പുറത്തു വരുന്നത്. മാന്യതയുടെ മുഖംമൂടി നല്ല പോലെയുണ്ട്. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്ത ഒരു വീഡിയോ അധികം പേരൊന്നും കണ്ടിട്ടില്ല. ആക്സിഡന്റ് ആയിട്ടുള്ള ആ ഒരു കായംകുളങ്കാരി പെങ്കൊച്ച് ഓട്ടോറിക്ഷയിൽ നിന്ന് അവൻ എടുത്തൊരു പെട്ടി ഓട്ടോറിക്ഷയിലോട്ട് മാറ്റുമ്പോഴത്തേന് ആ പെണ്ണിന്റെ മാറിട അവൻ ഞെക്കിയിട്ട് ആ പെൺകുട്ടി എക്സ്റേ എടുക്കാൻ ചെന്നപ്പോ ആ നേഴ്സ് ചോദിച്ചു, ഇത്രയും പാടായിട്ട് കിടക്കുന്നത് ഇത് എന്തു പറ്റിയ, ഇത് ആക്സിഡന്റിൽ പറ്റിയാണ്. അപ്പൊ ആ പെണ്ണ് പറഞ്ഞു, ആക്സിഡന്റിൽ മാറിടത്തിനൊന്നും പറ്റിയില്ല, നെഞ്ചിനൊന്നും പറ്റിയില്ല, എന്നെ രക്ഷിച്ച് ഹോസ്പിറ്റലിൽ ദൈവദൂതനെ പോലെ കൊണ്ടുപോയ അവൻ ഒരു വ്യാപാരി വ്യവസായിയുടെ പ്രസിഡന്റാണ്. അവൻ പോയ ഒരു ചെറിയ ഗ്യാപ്പ്, അതായത് ആക്സിഡന്റ് പറ്റിയ വാഹനത്തിൽ നിന്ന് എടുത്ത് ഓട്ടോറിക്ഷ ഡ്രൈവറുണ്ട്, പെട്ടി ഓട്ടോറിക്ഷ അയാളുടെ കാൽഭാഗ പിടിച്ച, ഇവൻ തലഭാഗ പിടിച്ച. മാന്യ അദ്ദേഹം കേട്ടോ, പ്രസിഡന്റാണ്, സമൂഹത്തിൽ അറിയപ്പെടുന്ന ആളാണ്. അവൻ പിടിച്ച ഭാഗമാണ് അവൻ ആരും കാണാതെ ഇരുട്ടിന്റെ മറവിൽ പിടിച്ച് ഞെക്കിയിട്ട്, സാഡിസ്റ്റൂടെയാണ് ഞെക്കിയിട്ട് ആ പെങ്കൊച്ചിന് അത്രയും ശരീരം മുറിവ് ചതഞ്ഞുപോയി, അതുപോലത്തെ പാട് വന്നു. അപ്പൊ അവന്റെയൊക്കെ ഉള്ളിലിരിപ്പ് ആരും അറിയുന്നില്ല എന്ന് കാണുമ്പോൾ അവന്റെ ഉള്ളിലിരിപ്പ് മനസ്സിലായി. 25 ലക്ഷം രൂപ അവനിപ്പോ ഓഫർ ചെയ്തിരിക്കുന്ന കേസിന് പോയിരുന്നു. ആ പെങ്കൊച്ച് മിടിക്കുകയാണ്, കേസിന് പോകുന്നുണ്ട്. പക്ഷെ പോലീസ് അവന് സപ്പോർട്ടാണ്, വലിയ കേസൊന്നും അധികമൊന്നും എടുക്കാതെ ചുമ്മാ മൊഴിയെടുത്തൊക്കെ വിടുവാണ്. അപ്പൊ ഇത് ഈ രണ്ട് സംഭവത്തിൽ നിന്നൊക്കെ മനസ്സിലാക്കേണ്ട, കേരളത്തിലെ സ്ത്രീകൾ ഒരു സൈഡിൽ കൂടെ ശരീരം തുറന്ന് കാണിച്ച് പൈസ ഉണ്ടാക്കി ഒരു സൈഡിൽ കൂടെ ഒരു കൂട്ടർ പോകുന്നുണ്ട്. ആണുങ്ങളും ഒട്ടും മോശമല്ലെന്നുള്ളതാണ് ഈ ഒരു വീഡിയോയിലൂടെ ഉദ്ദേശിച്ചത്. ഒട്ടും മോശമല്ല. കാരണം ഇതെല്ലാം ഇവന്മാരാണ് ഈ പൈസ കൊടുത്ത് ഇങ്ങനെ. ഇവന്മാർക്കൊന്നും ഒരു സ്ത്രീയെ മാന്യമായിട്ട് കാണാൻ സാധിക്കുന്നേ ഇല്ല. അതാണ് ഇതിൽ കൂടുതൽ നല്ല വേഷം ഇനി അപർണയ്ക്ക് ഇടാൻ പറ്റില്ല. അതാണ്
ഇതിൽ കൂടുതൽ ഇനി എന്ത് വേഷം ഇടാനോ, ഒരു ജീൻസോ ഷർട്ടോ ഒന്നുമല്ല കുട്ടിയിട്ടിരിക്കുന്നത്. അപ്പോൾ ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോ കാണാം.